ഹലോ, അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വീഡിയോ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോ ഹുക്കിനെ കുറിച്ചാണ്. നമ്മൾ ക്രോഷ്യയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഹുക്കുകളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഒരു ബിഗിനർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയമാണ് ഏത് ഹുക്ക് മേടിക്കണം, ഏത് ഹുക്ക് ഏത് യാണിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം കിട്ടും. അയ്യോ എനിക്ക് ഹുക്കറിയില്ല, ഏത് ഹുക്ക് ഉപയോഗിക്കാമെന്നറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വരാൻ നിൽക്കരുത്. ഡീറ്റെയിലായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് അലൂമിനിയം ക്രോഷറ്റ് ഹുക്കാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രോഷ്യ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹുക്ക്. ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്, ഭാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് യാണ് സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇത് ബിഗിനേഴ്സിന് ഏറ്റവും നല്ല ഓപ്ഷനാണ്, വിലയും കുറവാണ്. ഇത് നമുക്ക് പല സൈസുകളിൽ ലഭിക്കും. കോട്ടൺ യാൺ, അക്രലിക് യാൺ, മിൽക്ക് കോട്ടൺ, സോഫ്റ്റ് യാൺ, ഇങ്ങനെയുള്ള പല യാൺസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഹുക്കിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈയൊക്കെ വേദന എടുക്കാം. അപ്പോൾ അടുത്തത് എർഗണോമിക് ഹുക്കാണ്. ഇതിൻ്റെ ഹാൻഡിൽ റബ്ബർ അല്ലെങ്കിൽ സിലിക്കൺ ഗ്രിപ്പുള്ള ഹാൻഡിലുകളായിരിക്കും. ഇതിൻ്റെ ഹാൻഡിൽ റബ്ബർ അല്ലെങ്കിൽ സിലിക്കൺ ഗ്രിപ്പുള്ള ഹുക്കുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൈക്ക് നല്ല ഗ്രിപ്പായിരിക്കും. അപ്പോൾ എന്നെയൊക്കെ പോലെ കൈ നന്നായിട്ട് വേർക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹുക്ക് നല്ലതാണ്. കൈ നന്നായിട്ട് വേർത്താലും നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് കിട്ടാനായിട്ട് ഈ ഹുക്ക് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ സമയം ഇത് യൂസ് ചെയ്താലും നിങ്ങളുടെ കൈ വേദനിക്കത്തുമില്ല. ഈ സെയിം മോഡലിലുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹുക്കുകൾ ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മോഡലുള്ള ഹുക്കാണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സമയം ക്രോഷ്യ ചെയ്യാൻ സാധിക്കും. ബ്ലാങ്കറ്റ്, ബാഗ്, ഡ്രസ്സ് അതുപോലെയുള്ള ലോങ് പ്രോജക്റ്റുകൾ നമുക്ക് ഈ ക്രോഷ്യ ഹുക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ദിവസം ക്രോഷ്യ ചെയ്യുന്നവർ, ഡെയിലി ബേസിസിൽ ചെയ്യുന്ന പ്രൊഫഷണൽസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹുക്ക് നല്ലതാണ്. കാര്യം കുറേ നേരം ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് വേദന ഉണ്ടാവില്ല. ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് ഹുക്കുകളാണ്. ഞാൻ കൂടുതലായിട്ടും ഈ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഗ്രിപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാനായിട്ടും ഈ ഹുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ പല സൈസിൽ, പല കളറിൽ, പല മോഡലിൽ, ഡിസൈൻസിലൊക്കെ നമുക്ക് ഈ ഹുക്ക് കിട്ടുവേ. ഹുക്ക് നമ്പർ 3 സ്റ്റീൽ ഹുക്ക്. ഇത് വളരെ ചെറിയ സൈസിലുള്ള മെറ്റൽ ഹുക്കാണ്. ലേസ് ക്രോഷറ്റ്, ത്രെഡ് ക്രോഷറ്റ്, ചെറിയ രീതിയിലുള്ള ജ്വല്ലറി, മിനി ഫ്ലവർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ ടൈപ്പ് ഹുക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 0.6 mm മുതൽ 2 mm വരെ ഇതുപോലത്തെ ഹുക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇത് ബിഗിനർ ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ബിഗിനേഴ്സിന് ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ചധികം പാടായിരിക്കും. കാര്യം വളരെ ചെറുതായതുകൊണ്ട് തന്നെ സ്റ്റിച്ചസൊക്കെ വലിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യാണും കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും. എൻ്റെ കയ്യിലുള്ള സ്റ്റീൽ ഹുക്കിൻ്റെ കളക്ഷൻസാണ് ഇത്. ചെറിയ ഹുക്ക് സൈസ് മുതൽ കുറച്ച് വലിയ ഹുക്ക് സൈസ് വരെയുള്ള 12 ഹുക്ക് സെറ്റിൻ്റെ കളക്ഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്തത് വുഡൻ ഹുക്കാണ്. അതായത് മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഹുക്ക്. ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ചൂട് അനുഭവിക്കത്തില്ല. ഇത് ഭയങ്കരമായിട്ട് സ്ലിപ്പറി ഒന്നുമല്ല. നമുക്ക് വൂളൻ യാൺ, ചങ്കി യാൺ അതുപോലെയുള്ള യാൺസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള കോട്ടൺ യാൺസ് പോലെയുള്ള യാണുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്യാനായിട്ട് യാൺ സ്ലൈഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അടുത്തത് പ്ലാസ്റ്റിക് ക്രോഷറ്റ് ഹുക്കാണ്. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഹുക്കുകളാണിത്. ഇതിന് കമ്പാരിറ്റീവ്ലി വെയിറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ. പല സൈസുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ജംബോ അല്ലെങ്കിൽ ചങ്കിയാണ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബാസ്ക്കറ്റ്, ബ്ലാങ്കറ്റ്, കുഷ്യൻസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഹുക്ക് നമുക്ക് യൂസ് ചെയ്യാവേ. ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഹുക്ക്. ഇവ കൂടാണ്ട് കുറച്ച് ഹുക്കും കൂടിയുണ്ട്, ഞാൻ പറഞ്ഞു തരാവേ. ഇതാണ് LED ഹുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റഡ് ഹുക്ക് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഹുക്കിൻ്റെ ഉള്ളിൽ ഒരു LED ലൈറ്റ് ഉണ്ടാവേ. കറുത്ത യാൺസ് വെച്ച് നമ്മൾ ക്രോഷറ്റ് ചെയ്യുമ്പോൾ, രാത്രിയിൽ ക്രോഷറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഹുക്ക് വെച്ച് ചെയ്താൽ നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അല്ലേ തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്യും, കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചസ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഹുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചസ് കാണാൻ പറ്റും. പക്ഷേ ഈ ഹുക്ക് അങ്ങനെ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇതുപോലെ വളരെ ക്യൂട്ടായിട്ടുള്ള റെസിൻ ഹുക്കുകളും അവൈലബിൾ ആണ്.
എൻ്റെ അഭിപ്രായത്തിൽ 3mm, 3.5mm, 4mm, 4.5mm ഈ 4 സൈസുകൾ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ക്രോഷറ്റ് പ്രോജക്റ്റുകളും ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ ഈസി ഉള്ളതും ഈ 4 ഹുക്കുകളുമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഹുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓരോ യാൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹുക്ക് സെലക്ട് ചെയ്യാൻ. അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് യാണിൻ്റെ ലേബലിൽ തന്നെ ഹുക്ക് സൈസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് എപ്പോഴും ശരിയാവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ അത് കറക്റ്റ് ഹുക്ക് സൈസ് ആയിരിക്കും, ചിലപ്പോൾ അത് ലൂസ് ആവാനും ടൈറ്റ് ആവാനായിട്ടും സാധ്യതയുണ്ട്. എല്ലാ ക്രോഷ്യ ഹുക്കുകളും ഒരുപോലെ അല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഹുക്കിൻ്റെ മെറ്റീരിയൽ, ഹെഡിൻ്റെ ഷേപ്പ്, ഗ്രിപ്പ്, സൈസ് ഇവയെല്ലാം നമ്മൾ ക്രോഷ്യ ചെയ്യുന്നതിൻ്റെ സ്പീഡിനെയും സ്റ്റിച്ചസിൻ്റെ ഭംഗിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിച്ചു തന്നതിൻ്റെ അകത്തുള്ള പല ഹുക്കുകളും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1-2 ഹുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രോഷ്യ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രോഷ്യ ഹുക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും സംശയം വരില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്